ഉണ്ടോ? ആരുണ്ടാക്കി തരുമായിരുന്നു? അടിപൊളിയായിട്ട് ഇന്നത്തെ പുട്ട് ആണാ? കഴിച്ച് മുൻപ് ആരാ ഉണ്ടാക്കി തന്നിരുന്ന ചീനിപ്പുട്ട്? അമ്മുമ്മയാണോ? അമ്മുമ്മയാ? പറ, അമ്മുമ്മന്ന് പറ. ഇന്ന് ഉണ്ടാക്കിയത് എന്റെ ചെറുമോൾ, എന്റെ മോള് ഇത് ഉണ്ടാക്കി തന്നിട്ടുണ്ട്, എന്റെ പെമ്പന്നാരും ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഇതിലെല്ലാത്തിലും ഇഷ്ടപ്പെട്ടത് ഇന്നുണ്ടാക്കിയതാണോ? പറഞ്ഞു പറയിപ്പിക്കുവാണോ? എല്ലാരും വിചാരിക്കും പറഞ്ഞു പറയിപ്പിക്കുവാന്ന്. പക്ഷേ എന്തായാലും പുട്ടിന്റെ ഈ മാവ് ഞാൻ നനച്ചെടുത്തത് സമ്മതിച്ചത് ഒരു തരിയില്ല. സൂപ്പർ സൂപ്പർ. ഓക്കെ, താങ്ക് യു, ബൈ. ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് ചീനിപ്പുട്ടും ചെറുപയർ കറിയും ഉണ്ടാക്കാമേ. നമ്മൾ പൊടിയെടുത്തിട്ടുണ്ട്. ഇനി ഉപ്പിട്ട് കൊടുക്കാമേ. ഇനി നമുക്ക് മാവ് വെള്ളം ഒഴിച്ചൊഴിച്ച് കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഞാൻ പറയുന്നത് കേട്ടിട്ട് അപ്പുറത്ത് രണ്ടുപേരും നിന്ന് എന്നെ കളിയാക്കി ചിരിക്കുന്നുണ്ട്. കണ്ട ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് ചീനിപ്പുട്ട്. ചീനിപ്പുട്ട് പൊടിയൊക്കെ മൂക്കിലോട്ട് അടിച്ച് കയറി. അപ്പൂപ്പ ഇനി വന്നേ. അപ്പൂപ്പ നീ വരാൻ പറയാമ്മ. ഇവിടെ വന്നിക്ക്. ഇവിടെ ഇതെന്തുവെന്നറിയാമോ? ഇത് എന്തിന്റെ മാവാ? ഇങ്ങോട്ട് തിരിഞ്ഞിക്ക്, കാണുന്നില്ല. അങ്ങോട്ട് നോക്ക്. എല്ലാരോടും ഒരു ഹായ് പറഞ്ഞോ. ഇങ്ങനെ കാണിച്ചോ, ഇങ്ങനെ ഒന്ന് കാണിച്ചോ. ആ ഫോണിലോട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചോ. അപ്പൂപ്പന്റെ ചീനിപ്പുട്ടാണേ ഉണ്ടാക്കുന്നേ. ചീനിപ്പുട്ട് ഇഷ്ടമാണോ? ഇത് പോയിട്ട് മാവ് കൊടുത്താൽ ഇവിടെ അപ്പോഴേക്ക് നമുക്ക് കറി സെറ്റാക്കാമേ. പുട്ടിനപ്പോഴത്തേക്ക് വെള്ളം വെക്കാമേ. വെള്ളം വെച്ചിട്ട് ഓയിലായി കഴിയുമല്ലോ. അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട്. ഓയിൽ ഒഴിച്ചു കൊടുക്കാമേ. കടുക് ഇട്ട് കൊടുക്കാം. അള കാണിച്ചു തരാമേ. കണ്ട ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്നതാണ് രാവിലെ. കദളി വാഴ കയ്യിലിരുന്ന് കാക്കയിന്നു വിരുന്നു വിളിച്ച് വിരുന്നുകാര 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 വന്നാട്ടെ. ഇങ്ങനെ പാട്ടൊക്കെ പാടിക്കൊണ്ട് കുക്ക് ചെയ്യണം. അപ്പോഴുണ്ടല്ലോ നമ്മളിങ്ങനെ പെട്ടെന്ന് ചടപടയെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ടി വി ഉണ്ടോ? ആടിമോനെ കാണിച്ചു കൊടുക്കട്ടെ അമ്മ. നിങ്ങളുടെ കടുക് പൊട്ടുവാണ്. അതുകൊണ്ട് നിങ്ങൾ മാറി നിൽക്കട്ടെ. കുഞ്ഞുള്ളി കടുക് നന്നായിട്ട് പൊട്ട. ചെറുപയർ കറിയാണ് വെക്കുന്നത്. ചെറുപയർ വേവിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. സവാളയ്ക്ക് വേണ്ട ഉപ്പ് കൂടി ഇട്ടു. നമ്മള് ചെറുപയർ വേവിച്ചത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഇതെല്ലാം കൂടി ഇട്ട് വെള്ളം ഒഴിച്ചാണ് ചെറുപയർ
തരിതരിയായിട്ട് വന്നിട്ട് മാവ് നമുക്ക് പുട്ടിന് വാരി വെക്കാം. മധുര പത്തിരി വെക്കണം. ബാക്കി അറിഞ്ഞുകൂടെ? ഇവിടെ നമ്മളുടെ പഴകഞ്ഞി കുടിച്ച് ചേച്ചി കിട്ടി. ആ ചേച്ചിയാണ് ഈ വെക്കണം പുട്ടടച്ചു. വെക്കാം. ചീനിപ്പുട്ടിന് മാവ് കുഴയ്ക്കുമ്പോഴുണ്ടല്ലോ സാധാ അരിപ്പൊടി കൊണ്ടൊന്നും അല്ല കുഴയ്ക്കുന്നത്. അതിന് വെള്ളം കൂടാൻ പാടില്ല. എന്നാൽ മാത്രം ഇങ്ങനെ തരിതരി പോലെ വരും. തരിതരി തരിതരി കണ്ട. നിങ്ങൾക്ക് ചീനിപ്പുട്ട് ഇഷ്ടമാണോ, കഴിച്ചിട്ടുണ്ടോ എന്നൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മുടെ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. കാക്കച്ചി ഇവിടെ പാപ്പം കഴിക്കാനായിട്ട് ഇപ്പോഴും ഇരിപ്പുണ്ട് കണ്ട. ഇനി പാപ്പം കൊടുക്കുന്നവരെ ഇവിടെ കാണും. അപ്പൂപ്പനോട് വീഡിയോയിൽ സംസാരിക്കാൻ പറഞ്ഞപ്പോ പേടിച്ചോടി. ചില സമയത്ത് പേടിക്കും, ചില സമയത്ത് എന്താ പറയാ എന്നെയും മുളകിനെയും കൂടെ ഒരു ഫോട്ടോ എടുക്കുമെന്നൊക്കെ. ഞാൻ എന്ത് ചെയ്യും? ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികൾ ഇടുന്നതിന് മുന്നേ കുറച്ച് ഓയിൽ ഒഴിക്കാം. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളക് നമ്മൾ ഇട്ടിട്ടുണ്ട്, എരിവുള്ള പച്ചമുളക്. അതുകൊണ്ട് മുളക് പൊടി നോക്കി ഇട്ടാൽ മതി. ഒരു 2 സ്പൂൺ മുളക് പൊടി. ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് എല്ലാം കൂടെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വേവിച്ച് വെച്ച് ചെറുപയർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കറി ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ പുട്ട് റെഡി. പുട്ട് സെറ്റ്. തേങ്ങാപ്പാൽ ഒഴിച്ചു. സൂപ്പർ. നമ്മുടെ പയറ് കറി റെഡി. നമുക്കിനി അതിന് പഴംപൊരി ഉണ്ടാക്കാമേ. മൊരിഞ്ഞ് വരട്ടെ. അരിമോന് കൊണ്ടുപോകാനായിട്ട് ദോശയാണ്. കറി റെഡി.
കൊച്ചു സ്കൂളിൽ കൊണ്ടാക്കല്ലോ. അയ്യോ, നമ്മൾ എന്ത് ചെയ്യും പൊന്നെ? ഇതാണ് എൻ്റെ കുഞ്ഞിന്റെ രാവിലത്തെ വിഷമങ്ങൾ. അപ്പൊ നമുക്ക് പാപ്പം കഴിക്കാമേ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാമേ. സൂപ്പറായിട്ടുണ്ട്. നമുക്ക് ചീനിക്കുട്ടിന്റെ പൊടി കിട്ടുമോ അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ചെറുപയർ കറി. ഓക്കെ, താങ്ക് യു.